ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ക്രൈസ്റ്റ് ബ്ലസ് ചാനലിൽ ഞാനും ഒരു ഭാരവാഹിയാകാൻ കർത്താവ് ചെയ്ത വലിയ ഉപകാരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ സ്ഥലം വന്ന് ഞാൻ ബാലരാമപുരത്ത് ജനിച്ചു വളർന്നവനാണ്. ഇനി അവിടെ നിന്ന് ഞാൻ പഠന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പല പ്രയാസത്തിലും ദുഃഖങ്ങളും പലയിടങ്ങളിൽ ഞങ്ങൾ താമസങ്ങൾ മാറ്റിയെങ്കിലും ഇപ്പോൾ ഞാൻ പെർമനൻ്റായിട്ട് കാഞ്ഞിരംകുളത്തിൽ സ്ഥലവാസിയായി മാറി. അതുമാത്രമല്ല, എൻ്റെ പേര് എഡ്വേർഡ് സ്റ്റാൻലി എന്നാണ്. ഞാനിപ്പോൾ കാഞ്ഞിരംകുളം വില്ലേജിലാണ് താമസിക്കുന്നത്. പിന്നെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു വർഷത്തിന് മുൻപേ പോയ ഈസ്റ്ററിൻ്റെ അതിൻ്റെ മുൻപിലത്തെ ഈസ്റ്ററിന് ഞാൻ ഒരു ദിവസം ഞാൻ ചെറിയ ഒരു പണി ചെയ്തുകൊണ്ടിരുന്ന കടയിൽ സ്റ്റോർ കീപ്പറായിട്ട് പണി ചെയ്യായിരുന്നു. ഞാൻ പുറത്ത് പോയി സ്റ്റോറിന് ആവശ്യമായ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തില്ല. തിരിച്ചു വെച്ചിട്ട് ബൈക്കിൽ കയറുന്ന സമയം എൻ്റെ കാല് സ്ലിപ്പായ സമയം ഞാൻ ഉടനെ വീഴുമെന്ന് പേടിച്ച് അടുത്ത് ഉള്ള ബൈക്കിൽ കയറി പിടിക്കുവാനിടയായി. പക്ഷേ അവിടെ വെച്ച് ഞാൻ നട റോഡിൽ വീഴുന്ന എൻ്റെ നട്ടെല്ല് പൊട്ടുവാനിടയായി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കടന്നു പോകുവാനും അവിടെയുള്ളവർ പറഞ്ഞ് ഈ നട്ടെല്ല് പൊട്ടിയിരിക്കുകയാണ്, ഇനി പുള്ളിയായിട്ട് നമ്മൾ അലയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് നേരെ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ പോവുക എന്ന് പറഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓർത്തോ സെക്ഷനിലെ ഡോക്ടർമാർ പറഞ്ഞ് പരിപൂർണ്ണ റെസ്റ്റ് അല്ലാതെ ഈ നട്ടെല്ല് ഊറിച്ചേരുകയില്ല എന്ന് പറഞ്ഞ് അവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ്. റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അവർ വേറെ ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ ഒരു ദിവസം എൻ്റെ വൈഫിനോട് പറഞ്ഞ്, ഈ നട്ടെല്ല് പൊട്ടുന്നത് താറുമാറായിട്ട് പൊട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ പൊട്ടലാണെങ്കിൽ ഊറിച്ചേരും, ഇത് ഊറിച്ചേരാൻ കഷ്ടമാണ്, അതുകൊണ്ട് നമുക്കൊരു സ്കാൻ എടുത്ത് നോക്കാം, എന്താണ് അറിയാമല്ലോ എന്ന് പറഞ്ഞ് അവരൊരു സ്കാൻ എടുക്കുവാനും അതിൻ്റെ ഇടയിൽ നമ്മൾ ആ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ താമസിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞങ്ങൾ അവിടെ നിന്ന് കടന്നു വന്ന് വീട്ടിൽ വന്ന് പല പ്രയാസത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വോമിറ്റ് വരാൻ തുടങ്ങി. അത് എൻ്റെ ക്ഷീണാവസ്ഥയിലായപ്പോൾ തിരിച്ച് എന്നെ പിന്നും അതേ മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് അവരുടെ ടെസ്റ്റ് തിരിച്ച് വന്നിട്ടുണ്ട്. ആ ടെസ്റ്റിൽ പരിശോധിച്ചതിൽ എല്ല് പൊടിയുന്ന ക്യാൻസറാണ് പുള്ളിക്ക് വന്നിരിക്കുന്നത്, അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. വേറെ ഇവിടെ അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അതിനുള്ള കാർഡ് സൗകര്യങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ പോയവരാണ്. കർത്താവിൻ്റെ നാമത്തിൽ പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും അല്ലാതെ 1000 രൂപയല്ലാതെ ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ലാത്ത സമയത്ത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കാലുവെച്ച്. എൻ്റെ വൈഫാണെങ്കിൽ കരയാനും തുടങ്ങി. ഇവിടെയാണെങ്കിൽ കാശ് സ്കാനിന് വേണം, അതിന് വേണം, ഇതിന് വേണം. ഞാൻ പറഞ്ഞു, സർവശക്തനായ ദൈവം യഹോവ ഈരെ ദൈവം കരുതുമെന്ന് പറയാനിടയായി. അതിൻ്റെ ഇടയ്ക്ക് ദൈവം ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്തു. മെഡിക്കൽ കോളേജിൽ ആവശ്യമായ പല വിശ്വാസികളും ഞങ്ങളെ സഹായിപ്പാനും അതിനു വേണ്ടി ഇറങ്ങി വന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനെല്ലാം ഇടവെച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഡോക്ടർ വന്ന് പറഞ്ഞ് കൺഫേം ആയിക്കഴിഞ്ഞ് പുള്ളിക്ക് എല്ല് പൊടിയുന്ന ക്യാൻസറാണ് വന്നിരിക്കുന്നതെന്ന് പറയാനിടയായി. അപ്പോൾ ഞാൻ എൻ്റെ അനിയനെ വിളിച്ചിടെ എനിക്ക് ഇതുപോലെയുള്ള അസുഖമാണ് വന്നിരിക്കുന്നത്, അതുമാത്രമല്ല അവർ പറഞ്ഞ് ഈ എല്ല് ഊറിച്ചേരുവാൻ വലിയ പ്രശ്നമാണ്, എല്ല് ഊറിച്ചേരുകയില്ല, അതുകൊണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വേണോ വേറെ എവിടെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതിനേക്കാളും ക്യാൻസർ സെൻറ്റർ RCCയിൽ പോകുന്നതാണ് നല്ലത് എന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞാനും എൻ്റെ വൈഫും RCCയിൽ കടന്നുപോയി. RCCയിൽ കടന്നുപോയപ്പോൾ അവർ പറയുന്നു, പഴയ ചെക്കപ്പോ പഴയ കാര്യങ്ങളോ പഴയ ഇഞ്ചക്ഷനോ മരുന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയണ്ട, എല്ലാം പുതിയതായിട്ട് എടുക്കണമെന്ന് പറഞ്ഞ് അന്ന് തന്നെ 10,500 രൂപ മെഡിക്കൽ ആവശ്യത്തിനും ബ്ലഡ് ചെക്ക് ചെയ്യുന്നതിനും വേറെ സ്കാൻ എടുക്കാനും എല്ലാത്തിനും
ആയി. അപ്പോൾ എൻ്റെ വൈഫ് കരയാനും തുടങ്ങി. കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിൽ ഇല്ലല്ലോ, സർവശക്തനായ ദൈവം വഴി നടത്തണേ എന്ന് പറഞ്ഞ് അവൾ പകലായ ദൈവത്തെ വിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 24 ദിവസം RCCയിൽ ട്രീറ്റ്മെൻറ്റിലിരുന്ന സമയം ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞ് 85% അണുക്കൾ ദേഹത്ത് വ്യാപിച്ചു പോയി. ഈ പേഷ്യൻ്റ് ഒരിക്കലും ജീവനോടെ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ടാകുന്ന ആളുകളുടെ അടുത്തെല്ലാം പറയുക എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഇഞ്ചക്ഷൻ ഇട്ട് നോക്കാം. എൻ്റെ ഭാര്യ പറഞ്ഞ്, ഡോക്ടറെ, എനിക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്, 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പഠിക്കുന്ന മക്കളാണ് ഉള്ളത്. എൻ്റെ വീട്ടിൽ ജോലി ചെയ്ത് തരേണ്ട ആളാണ് ഇതൊക്കെ ഈ കിടക്കയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഡോക്ടറെ എന്നെ കൈവിടരുതെന്ന് പറഞ്ഞ് ഇവൾ കരയുവാനും നിലവിളിക്കുവാനും തുടങ്ങി. ആ സമയം ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറയാം. ഡോക്ടർ പറഞ്ഞ്, ഞാൻ എന്നാൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കട്ടെ, അതിലെന്തെങ്കിലും റിയാക്ഷൻ കാണുന്നെങ്കിൽ മേൽക്കൊണ്ട് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറയാൻ തുടങ്ങി. ഇവൾ അനേക സഭകളിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ. ഞങ്ങളുടെ സഭ ചാവടി ഇത് AG ചർച്ചാണ്. AG എന്ന് പറഞ്ഞാൽ അസംബ്ലി ചർച്ച കോഡിൽ ഞങ്ങൾ പോകുന്ന ആളുകളാണ്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് പലവിധ നന്മകളും അവരെ കൊണ്ടാകുന്ന സഹായങ്ങൾ ചെയ്ത് ഞങ്ങൾ മെഡിസിൻ പരമായിട്ട് അവിടെ കർത്താവായ യേശുവിനെ നിലവിളിക്കുന്ന സമയമെല്ലാം ഞങ്ങൾക്ക് പലരും പല സഹായങ്ങളോട് വരികയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. അവിടെ കാക്കയെ കൊണ്ട് എലിയാവിനെ പോഷിപ്പിച്ച രാജാവ് ഞങ്ങളെയും പോഷിപ്പിച്ച് സന്തോഷമായി 24ാമത്തെ ദിവസം ഞാൻ RCC വിടുവാനിടയായി. ഞാൻ വിചാരിച്ച് ഇതോടെ എല്ലാം കഴിഞ്ഞ് നമുക്കിനി സന്തോഷമായി ഭവനത്തിൽ മടങ്ങാമെന്ന്. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ഈ വ്യക്തിക്ക് എല്ല് പൊടിയുന്ന ക്യാൻസർ ആയതുകൊണ്ട് എല്ലാ ആഴ്ചയും കീമോ എടുക്കാതിരുന്നാൽ ആ എല്ലിന് പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന്. അങ്ങനെ പറഞ്ഞ് ഞാൻ ആ 1 വർഷം കൊണ്ട് ഞാൻ RCCയിലെ ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ. എന്നാൽ എൻ്റെ ദൈവം എന്നെ വഴി നടത്തുന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയുള്ളവനായി എപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയോടെ ഇരുപ്പാൻ ദൈവം കൃപ ചെയ്യണമെന്ന് നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥന ചോദിക്കുന്നു. അതുമാത്രമല്ല, എനിക്ക് ഈ എല്ലിന് മജ മാറ്റണമെന്ന് പറഞ്ഞ് ഡോക്ടർ പറയാനിടയായി. മജ മാറ്റുകയാണെങ്കിൽ കുറഞ്ഞത് 9 ലക്ഷം രൂപയെങ്കിലും ആവശ്യമുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചാനൽകാർ ഞങ്ങളെ സമീപിക്കുവാനും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്യാമെന്ന് ദൈവം അവരെ ധാരാളമായി 100 മടങ്ങ് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം കൊണ്ടുവന്ന മക്കളാണെന്ന്, അല്ലാതെ ഞങ്ങളുടെ കരങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ കൂടെ വിചാരിക്കാത്ത സംഭവം എൻ്റെ ദൈവം ചെയ്തു എന്ന്. അതിന് 9 ലക്ഷം രൂപ വേണം. ആവശ്യമായ ഭൗതിക നന്മകളും ആത്മീയ നന്മകളും ഉണ്ടാകണമെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാ ദൈവജനങ്ങളും ഈ ചാനലിൽ ചേർന്ന പാസ്റ്ററും കുടുംബത്തിനെയും ദൈവം ധാരാളമായി 100 മടങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. അടിയൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക നന്മ കൈകളിലില്ല. ഞങ്ങൾ വളരെ കഷ്ടപ്പെടുന്ന കുടുംബമാണ്. ഞങ്ങളുടെ കരങ്ങളിൽ ഇല്ലാത്ത നന്മകളെ കർത്താവ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എല്ലാ ദൈവജനങ്ങളും പ്രാർത്ഥിക്കണം. അതിന് ചിലവായി 9 ലക്ഷം രൂപ ആവശ്യമുണ്ട്. നിങ്ങളെക്കൊണ്ടാകുന്ന സാമ്പത്തിക സഹായം ചെയ്തു തരണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് അടിയൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ധാരാളമായി ഈ ചെയ്യുന്ന എല്ലാ നന്മകളെയും കർത്താവ് നിങ്ങളെ മേൽക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.